അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കുട്ടികളെ, ചരിത്രം 5-ാം ക്ലാസ്സിലെ ചരിത്രം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഏകദേശം 25ഓളം അല്ലെങ്കിൽ അതിനടുത്ത് നബിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ മറ്റുള്ള ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരിലെ ഏറ്റവും പ്രധാനിയായ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അതോടൊപ്പം ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇതൊരിക്കലും ഇത് മാത്രം കേട്ട് അല്ലെങ്കിൽ ഇത് മാത്രം കണ്ട് പരീക്ഷയ്ക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോട്ട്ബുക്കത്തെ നോട്ടുകളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം ഒരു അവസാന റിവിഷൻ എന്നുള്ള നിലക്ക് മാത്രമേ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. കാരണം ഇതിൽ മുഴുവൻ കണ്ടൻറ്റുകളും എന്തായാലും ഉൾപ്പെടില്ല, അതിൻ്റെ പരിമിതി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും നോക്കിയതിന് ശേഷം അവസാനം മാത്രമേ ഇത് കേൾക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ഇറങ്ങുന്നത് ഹിറാ ഗുഹയിൽ 40-ാമത്തെ വയസ്സിലാണ്. അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നപ്പോൾ ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശം എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നബിനോട് ഇഖ്റ എന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഒന്നാമത്തെ പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു, ഇഖ്റ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ഇത് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ തുടർന്നും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായിക്കാൻ കഴിയാത്തതിനാൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനയാകുന്ന രീതിയിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കണ്ണുനീര് നിലത്തുറ്റി എന്ന് പറയുമാറ് രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറുക്കി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വായിച്ചു. പിന്നെ ഇതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ഭയമായി. തൻ്റെ പത്നിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവാഹം ചെയ്ത ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടി അവിടുന്ന് എന്നെ പുതപ്പിട്ട് മൂടും എന്ന് പറഞ്ഞു. നബിനോട് സമാധാനിപ്പിച്ചു. അങ്ങനെ നിങ്ങളെ അള്ളാഹു പ്രയാസപ്പെടുത്തൂല, കാരണം കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് നിങ്ങൾ, അതുപോലെ എല്ലാവരും പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്നവനാണ്, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ കൈ വിടൂല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നാലും ഖദീജ ബീവിക്ക് തൻ്റെ കുടുംബത്തിലുള്ള ഒരു ഇഞ്ചീൽ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോവാം, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൂടുതൽ അറിയും എന്നുള്ള നിലക്ക് അവരെ അങ്ങനെ തീരുമാനിച്ചു. വറഖത്ത് ബിൻ നൗഫൽ എന്ന ഇഞ്ചീൽ പണ്ഡിതൻ, ഇഞ്ചീൽ പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ, ഈസാ നബിക്ക് ലഭിച്ച വേദഗ്രന്ഥമാണ്. അപ്പോൾ ആ ഒരു വേദഗ്രന്ഥത്തിൻ്റെ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക്, ഒരു ക്രൈസ്തവ പണ്ഡിതനാണ്. അപ്പോൾ അവിടുന്ന് ഈ സംഭവങ്ങളൊക്കെ വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് മൂസാ നബി അലൈഹിസ്സലാമയുടെ അടുത്ത് വന്ന അതേ മലക്കാണ്, അതായത് വഹി എത്തിക്കാൻ വന്ന അതേ മലക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ സംഭവിച്ചതെന്നൊക്കെ വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച്, അദ്ദേഹം ഇഞ്ചിയിൽ വായിച്ച ഭാഗങ്ങളൊക്കെ അനുസരിച്ച് അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം കൂടി അവരെ ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ നിങ്ങളെ അൽ അമീൻ എന്നൊക്കെ വിളിച്ച് സൂപ്പിട്ട് സ്നേഹിക്കണ നാട്ടുകാരെ നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇത് നബിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമായപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും ഓർമ്മപ്പെടുത്തി, ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും എന്നുള്ള നിലക്ക് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞിരുന്നു. പക്ഷേ വറഖത്ത് ബിൻ നൗഫൽ പിന്നീട് കൂടുതൽ കാലം ജീവിച്ചിരുന്നില്ല. അടുത്തത്, പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ഈ വിഷയം, അതായത് ഇസ്ലാമിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം, തൗഹീദിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അതിന് മക്കത്ത് ഉള്ള സഫ കുന്ന്
ഉംറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കയറുന്ന സഫ കുന്നിൻ്റെ മുകളിൽ കയറി അവിടുന്ന് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി. അതുപോലെ തന്നെ ആ പരസ്യ പ്രഖ്യാപനത്തിൽ ഉണ്ടായത് സ്വന്തം മൂത്താപ്പ അല്ലെ അബൂ ലഹബ് തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം എന്നുള്ള നിലക്ക് സംസാരിച്ചു. പിന്നീട് വന്ന ഖുർആനും സൂറത്തുൽ ലഹബിൽ അവതരിപ്പിച്ച കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒന്നും കൂടി ഓർത്തെടുക്കേണ്ടതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആര് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ എന്താണ് കച്ചറ ടീമുകൾ, അല്ലെങ്കിൽ എന്താണ് ആരും എന്തും ചെയ്യാൻ കഴിവുള്ള വേറും എന്താണ് ഒരു ഫുള്ള് ശക്തിയില്ല, നല്ല പവറില്ല ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലത്തവരൊക്കെ എന്തായി ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇതെന്താണ് അതുവരെ ഒളിഞ്ഞും ഒക്കെ ആയിരുന്നു നിസ്കരിച്ചിരുന്നത്. കാരണം മുസ്ലിങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഏത് നിമിഷവും എന്താണ് ആക്രമിക്കപ്പെടുക എന്നുള്ള പേടിയുള്ളതുകൊണ്ട് തന്നെ അവർ നിലക്കാരും നിസ്കരിച്ചിരുന്നൊക്കെ. പക്ഷേ ഇവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എന്തായി അവർക്ക് അതൊക്കെ നടത്താൻ, നിസ്കാരമൊക്കെ പൊതു സ്ഥലത്ത് നടത്താനുള്ള ഒരു അവസരം ആയി. പല നിലക്കിലെ ക്രൂരമായ മർദ്ദനങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നു. പല സ്വഹാബിമാർക്കും ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർക്കൊക്കെ അല്ലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ആ ഒരു മണൽ ചൂടെല്ലാം ചുട്ട് പൊള്ളണ മണലിൽ കൂടെ അതിൽക്കൂടെ കയറിട്ട് വലിച്ചു കൊണ്ടതും അത് അതിൻ്റെ പുറത്ത് പള്ളം ഒരു കല്ലും കൂടി വെച്ചതും ആ സംഭവങ്ങളൊക്കെ നമുക്കറിയണതാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നുള്ള. അതുപോലെ സുമയ്യ റളിയല്ലാഹു അൻഹ, ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായ സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ആ സമയത്ത് സുമയ്യ റളിയല്ലാഹു അൻഹുവിനൊക്കെ യാസിർ സ്വന്തം മകനായ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലിട്ടാണ്ടാണ് വധിച്ചത്. അതും അത്രക്കും ക്രൂരമായി ഒരു കുന്തം പഴിപ്പിച്ചാണ്ടൊക്കെയാണ് അവരെ വധിച്ചത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് സാമൂഹിക ബഹിഷ്കരണം. അവിടുത്തെ ഖുറൈശികൾ ഒരു തീരുമാനമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും എന്താക്കണം, ഷഅബു അബി താലിബ് എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിന് ചുറ്റും എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ പുറത്തേക്ക് കടക്കാൻ ഉള്ള വഴി എല്ലാ നിലക്കും അടച്ചിട്ട് ഇവരെ അവിടെ പട്ടിണിയിലാക്കി വിട്ടു ഖുറൈശികൾ. പിന്നീട് അവരവിടെ ഇലകളൊക്കെ കഴിച്ചാണ് ജീവിച്ചത്. അവരെ വിസർജിക്കുന്ന സമയത്ത് ആട് കാഷ്ടിക്കണ പോലെ വരെ കാഷ്ടിച്ചു. കാരണം അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം വെറും ഇലകളായിരുന്നു. ഇലകൾ ഇതുപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആകെ ഭക്ഷണങ്ങൾ. അങ്ങനെ 3 വർഷം വരെയാണ് അവരെ ഉപരോധിച്ചത്. പിന്നെ ഒന്നാമത്തെ ഹിജറ അവിടുന്ന് തുടങ്ങുകയാണ്. ഒന്നാമത്തെ ഹിജറ എവിടേക്കായിരുന്നു? അബ്സീനിയയിലേക്ക്, അതായത് നജ്ജാശി രാജാവിൻ്റെ നാട്ടിലേക്ക്. അവിടുന്ന് ഉണ്ടായ സംഭവങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നജ്ജാശി രാജാവിനെ തിരുത്താൻ ആളുകൾ വരുന്നു. പിന്നെ ശത്രുക്കൾ തന്നെ സത്യം പറയേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നജ്ജാശി രാജാവിന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടെ ചെന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. പിന്നെ വരുന്നത് ദുഃഖവർഷം. അതുപോലെ തായിഫ്, പ്രവാചകത്തിൻ്റെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ നിലക്കും കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിന്നതിന്, ഏതൊരു പ്രയാസം വരുമ്പോഴും സപ്പോർട്ടായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹു മരിച്ചു. അതുപോലെ തന്നെ അബൂ ത്വാലിബ്, സ്വന്തം മൂത്താപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും മരിച്ചു. പിന്നെ നോക്കാനുണ്ടായിരുന്നത് ആകെ ഉണ്ടായിരുന്നത് ഒരു അബൂ ത്വാലിബായിരുന്നു. അബൂ ത്വാലിബ് ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും പക്ഷെ നബിക്ക് പല നിലക്കും താങ്ങായി തണലായി. പല ഖുറൈശികൾ പോലും നബിനെ ആക്രമിക്കാതിരിക്കാനുള്ള കാരണം അബൂ ത്വാലിബ് എന്ന ഖുറൈശി പ്രമുഖൻ നബിനെ സംരക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ അബൂ ത്വാലിബും രണ്ടാളും ഒരേ വർഷം മരിച്ചു. ഖദീജ ബീവിയും അബൂ ത്വാലിബും. ഈ വർഷമാണ് ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്, ദുഃഖവർഷം. അങ്ങനെ ഈ ഒരു സമയത്ത് ആക്രമണങ്ങൾ, അബൂ താലിബ് പ്രൊട്ടക്റ്റ് ചെയ്യണതിന് അബൂ താലിബ് മരിച്ചാൽ പിന്നെ നബിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിക്കേണ്ടിയില്ലല്ലോ. അത്രക്കും പ്രയാസങ്ങൾ അനുഭവിച്ചു. അപ്പം ഇനി ഒരു വഴിയില്ല വേറെ നാട്ടിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ. അപ്പോൾ തുടർന്ന് ഉമ്മാൻ്റെ വീടായ ത്വായിഫിലേക്ക് യാത്ര പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴോ അവിടെ അതിലേറെ കഷ്ടം.
അവിടെയുള്ള കുട്ടികളൊക്കെ പോക്കിരി കുട്ടികളെയൊക്കെ നബിനെ കല്ലെറിയാൻ ഏൽപ്പിച്ച് അങ്ങനെ കല്ലെറിഞ്ഞു. ആ സമയത്ത് മലക്ക് വന്നു, വേണമെങ്കിൽ സഹായിക്കാം, അവരെ വേണമെങ്കിൽ ഒറ്റയടിക്ക് നശിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അവർക്കെന്താണ് അറിവില്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ വെറുതെ വിട്ടാൽ മതി എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മേത്ത് കൂടെ ചോരൊലിക്കണ രീതിയിലാണ് അത്രമാത്രം പ്രയാസകരമായ രീതിയിലാണ് കല്ലെറിഞ്ഞത്. അങ്ങനെ നടക്കുമ്പോഴാണ് നീനവക്കാരനായ അദ്ദാസിനെ കാണുന്നതും അവിടെയുള്ള ഒരു തോട്ടം, മുന്തിരിത്തോട്ടം, മുസ്ലിമിൻ്റെതല്ലാത്തൊരു മുന്തിരിത്തോട്ടം കാണുന്നതും അവിടുത്തെ അദ്ദാസ് എന്ന ജോലിക്കാരനെ കാണുന്നതും അവിടുത്തെ മുതലാളി ആ തോട്ടത്തിൻ്റെ ഉടമ നബിക്ക് വേണ്ടത് നൽകാൻ പറഞ്ഞ് മുന്തിരി കൊടുത്തു. ആ മുന്തിരി കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ചർച്ചയുടെ പേരിൽ ആ മുന്തിരി കൊടുത്ത ആൾ, അതായത് നീനവക്കാരനായ അദ്ദാസ്, അദ്ദേഹം ഇസ്ലാം അവിടുന്ന് സ്വീകരിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ആകാശയാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്ര, അതായത് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജ് തുടങ്ങുന്നത് ഫസ്റ്റ് മസ്ജിദുൽ ഹറാമിലാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ടാണ് പോയത്. ഈ ദൂരം എന്ന് പറയുന്നത് വലിയ ദൂരമാണ് കേട്ടോ. ഇന്ന് പറയണ പോലെ നമുക്ക് ഫ്ലൈറ്റ് ഇല്ല, അന്ന് ആകേണ്ടത് ഒട്ടകങ്ങളും കുതിരകളുമാണ്. അത് ഒട്ടകത്തുമ്മലും കുതിരമ്മലൊക്കെ പോലെ ആഴ്ചകളും മാസങ്ങളും എടുക്കണ യാത്ര ചെയ്താലേ മസ്ജിദുൽ അഖ്സയിൽ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ ബുറാഖ് എന്ന വാഹനവുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ കൂടി എവിടേക്ക് പോയി? മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലുള്ള ആദ്യത്തെ ഇസ്ലാമിലെ കിബിലയായ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഏഴാകാശത്തിലേക്ക് പോയി. ഏഴാം ആകാശത്തിൽ പോയി അവിടുന്ന് മറ്റുള്ള നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു. അതുപോലെ നിസ്കാരത്തിൻ്റെ 5 നേരത്തെ നിസ്കാരം അവിടെ വച്ചാണ്ടാണ് ചുരുക്കി ഇതാക്കിയത്. അതിൻ്റെ മുമ്പ് 100 വക്തുകളോ നിസ്കാരമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്താണ് അവസാനം അത് കുറച്ച് 5 നേരത്തെ നിസ്കാരമാക്കി മാറ്റിയത്. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ പലരും നബിയെ കളിയാക്കി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരാരും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പലപ്പോഴും മുസ്ലിങ്ങളായ പലരും പോലും തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റവർ ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഇതിലില്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഉണ്ടാക്കി കഥ പറയണ്ടോ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ പോലും പലരും സംശയിച്ചു. ഈ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഭവം കേൾക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂജഹലും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിൽ ആദ്യം അബൂജഹൽ ചോദിക്കുന്നുണ്ട്, ഈ മുഹമ്മദ് നബി പറഞ്ഞ കഥ കേട്ടോ ചോദിച്ചു. ആ സമയത്ത് ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ്, ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് ഇവിടുന്ന് ഫലസ്തീൻ്റെ മസ്ജിദുൽ അഖ്സയ്ക്കും പോയി, പിന്നെ അവിടുന്ന് ആകാശത്തേക്കും പോയി, പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ചും വന്നു, ഒറ്റ രാത്രി കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി അങ്ങനെ പറഞ്ഞോ? വീണ്ടും അബൂജഹൽ പറഞ്ഞു, അബൂബക്കറെ നബി അങ്ങനെ പറഞ്ഞു. വീണ്ടും ചോദിക്കുകയാണ്, തന്നെ നബി അങ്ങനെ പറഞ്ഞോ? അബൂബക്കറെ എൻ്റെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ അബൂബക്കറെ? ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴോ വിശ്വസിച്ചിരിക്കണം. പക്ഷേ അദ്ദേഹത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ആക്കലിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ശ്രമിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നടന്നിരിക്കും, അത് ഞാൻ വിശ്വസിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഒറ്റയടിക്ക് വിശ്വസിച്ചത് കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൻ്റെ കൂടെ സിദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം. ഇനി ഏതാനും ചില ഉടമ്പടികളും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാം അഖബ ഉടമ്പടി, ഇതോടുകൂടിയ ചില ഉടമ്പടികളിൽ ഏർപ്പെടുകയാണ്. മദീനയിലേക്ക് വന്ന ചില ആളുകൾ
മദീനക്കാരായ ചില ആളുകൾ മക്കത്തേക്ക് വന്ന് അവിടുന്ന് കുറച്ച് ആളുകളുമായി ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണ്. ഔസ് ഹസറജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്രൈസ്തവ ജൂതഗോത്രങ്ങളാണ്. ഇവരെന്താണ്, മക്കയുടെ അടുത്തുള്ള ഹജ്ജിനൊക്കെ നമ്മൾ പോണ മീന എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇസ്ലാം സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള നിലക്ക് അവർ പറഞ്ഞു. അങ്ങനെ അതാണ് ഒന്നാമത്തെ ഉടമ്പടി. പിന്നെ അത് പിന്നീട് അവർ വന്നപ്പം പുതിയ ഒരു ഉടമ്പടി കൂടി ഉണ്ടാക്കി. അതെന്താണ്, അടുത്ത വർഷം 72 പേര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരും. എന്നിട്ടെന്താണ്, ഇസ്ലാമിനെ സംരക്ഷിക്കുമെന്നും അതുപോലെ ഇസ്ലാം പ്രചരിപ്പിക്കാനും അവരെ സഹായിക്കുമെന്നുള്ള നിലക്കും വാഗ്ദാനം ചെയ്തു. കാരണം നേരത്തെ മദീനയിൽ നിന്ന് വന്ന ആളുകൾ എന്താണ്, ഇപ്പോൾ അവരുടെ നാട്ടിൽ പോയി അവിടെ നല്ല പ്രബോധനമൊക്കെ നടത്തി അവിടെ പിന്നെ ആളുകൾ കൂടി. പിന്നെ അവർ വന്നാണ്ട് എന്താക്കി, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുക എന്നുള്ള നിലക്ക് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആളുകളെ പ്രബോധനത്തിനും അവരെ കൂടെ മദീനയിലേക്ക് വീണ്ടും വിട്ടു. മിസ്അബ് ബിൻ ഉമേർ, അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം, കണ്ണ് കാണാത്ത സ്വഹാബി ഉൾപ്പെടെ എല്ലാവരെയും ആ ഒരു ഇതിലേക്ക് പറഞ്ഞയച്ചു, അവിടേക്ക് മദീനയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇസ്ലാം ഇങ്ങനെ കുറേശ്ശെ മദീനയിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ദാറുൻ നദവിയിൽ ഒരു ഗൂഢാലോചന നടത്തി. ദാറുൻ നദവ പറഞ്ഞാൽ അവർ ഒരു മീറ്റിംഗ് കൂടുന്ന ഒരു സ്ഥലമാണ്. ഈ അവിശ്വാസികൾ കുറേശികളായ ആളുകൾ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ്ട് എന്താണ് ഗൂഢാലോചന നടത്തി. എന്താണ്, മദീനയിലെ ആളുകൾ ഇങ്ങനെ പോലെ നമുക്ക് ശരിയാവില്ല. മദീനയിലെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താക്കണം, നമുക്ക് ഇനി ഒരേ വഴിയേ ഉള്ളൂ, നബിനെ വധിക്കാൻ എന്താണ്, ഒരു 11 ആൾക്കാരെ ഒരു തിരഞ്ഞെടുത്തും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഇവരെന്താക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാര്യം വഹിയായി അറിഞ്ഞു. അന്ന് എന്താണ്, ആ വധശ്രമത്തിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്ത് വന്നു, ഹിജ്റ പോകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നാട് വിട്ടു പോവാൻ, വേറൊരു നാട്ടിലേക്ക് പോകാനുള്ള അനുമതി കിട്ടി. ആ ഒരു സംഭവം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കണ വീടിൻ്റെ ചുറ്റും ഖുറൈശികൾ കൂടി. ആ സമയത്ത് നബി കടക്കണ സ്ഥലത്തിന് പകരം അവിടെ ആരെ കടത്തി, അലി റളിയല്ലാഹു അൻഹുവിനെ കടത്തി. ആ സമയത്ത് അവിടെ പകരം കടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശത്രുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ശത്രുക്കളുടെ അടുത്തേക്ക് പൊടി വാരി എറിഞ്ഞു. അവർക്ക് കുറേ നേരം കണ്ണ് കാണാതെയായി. ശേഷം അവർ ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ കാണുന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. പിന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താണ്, അവർ വേറെ റൂട്ട്, അതായത് സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ലാതെ വേറൊരു വഴി തിരഞ്ഞെടുത്തു. ആ വഴിയിലൂടെ പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിലെത്തി. അവരെന്താണ്, ഒളിക്കാനൊരു സ്ഥലം എന്നുള്ള നിലക്ക് സൗർ ഗുഹയിലെത്തി. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടെ ഒളിക്കുന്നു. പിന്നെ അവർക്ക് പല പേടിയും വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും നബിക്കും പല നിലക്കിലെ പ്രയാസങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായപ്പോൾ, പല പേടികളുണ്ടായപ്പോൾ നബി അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഈ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹു ഭക്ഷണവുമായി എത്തി. ആ ഒരു സമയത്ത് ഭയങ്കര ഐഡിയ ഉള്ള ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഭക്ഷണം കൃത്യമായി മൂടാനും കെട്ടാനും ഉള്ള സാധനങ്ങൾ ഈ സമയത്ത് എടുക്കാൻ മറന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വസ്ത്രരീതി എന്ന് പറഞ്ഞാൽ അരയിലൊരു കെട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അരയിലെ കെട്ട് എടുത്താണ്ട് എന്താണ്, ആ ഭക്ഷണപ്പൊതി ശരിക്കും കെട്ടി ഭദ്രമാക്കി. അപ്പോൾ ആ ഒറ്റ കയറെന്താക്കി, 2 ആക്കിയാണ്ട് അത് അരയിൽ കെട്ടി, ഒന്ന് അരയിൽ കെട്ടാനെടുത്തു, ഒന്ന് ഭക്ഷണത്തിനെടുത്തു. അങ്ങനെ എന്താക്കി, ആ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്താണ്, ദാത്തു നിതാഖൈൻ എന്ന് അസ്മാ റളിയല്ലാഹു അൻഹക്ക് പേരുണ്ട്, ഇരട്ട പട്ടക്കാരി എന്ന പേരുണ്ട്. പിന്നെ ഈ സമയത്താണ്, അവിടെ ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്, ഭക്ഷണം കഴിച്ച് ഇങ്ങനെ സമാധാനം അടയുന്ന നേരത്താണ് സുറാഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ സുറാഖത്ത് വരുന്നത് കണ്ട് പേടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചു, പേടിക്കണ്ട.
അങ്ങനെ അദ്ദേഹം വന്നു. പക്ഷെ വരുമ്പം അദ്ദേഹത്തിൻ്റെ കുതിര അവിടെ കുടുങ്ങുകയാണ്, മണ്ണിൽ പൂന്തി ഒരു ഒരു അടി മുന്നിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഈ സമയത്ത് അദ്ദേഹം കുടുങ്ങി എന്ന് അവർക്ക് മനസ്സിലായി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞങ്ങളിവിടെയുള്ള വിവരം ആരോടും പറയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കരാറിലെത്തി. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, അനക്ക് കിസ്ര കൈസർ, അന്നത്തെ ഏറ്റവും വലിയ ഇന്നത്തെ അമേരിക്കൻ്റെയും അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ പോലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു കിസ്ര, പേർഷ്യ പോലത്തെ നാടുകളൊക്കെ. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരാണ് ഈ കിസ്ര കൈസർ എന്നൊക്കെ പറയണത്. അദ്ദേഹത്തിൻ്റെ കയ്യിലെ മോതിരം അന്നെക്കൊണ്ട് അണിയിക്കുമെന്ന് പറഞ്ഞു, ഇതിനുള്ളൊരു പ്രതിഫലമായാണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ രക്ഷിച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ ആ വഴിയിലൂടെ വരുന്നവരൊക്കെ സുറാഖത്ത് പിന്നീട് തടയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മോതിരം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം പേർഷ്യ ഇസ്ലാമിൻ്റെ കീഴിൽ വരുമ്പം മോതിരം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇസ്ലാമിക ഭരണകൂടം അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ ഉമർ റളിയല്ലാഹു അൻഹു ആണോ എന്ന് ഓർമ്മയില്ല, രണ്ടിലാരോ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ മോതിരം അദ്ദേഹത്തിന് കൊടുക്കണമുണ്ട്. അങ്ങനെ അവരവിടെ കഴിച്ചു കൂട്ടുന്നു. പിന്നീട് പിറ്റേ ദിവസം കുബായിൽ എത്തിച്ചേരുന്നു. കുബായിൽ അവിടെ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി നിർമ്മിക്കുകയാണ്. മസ്ജിദുൽ കുബ അവിടെ നിർമ്മിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി കുബായിൽ വെച്ച് നിർമ്മിച്ചതിന് ശേഷം അങ്ങനെ അവർ അവിടെ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു, പള്ളി നിർമ്മിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി അതായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെയൊക്കെ പ്രത്യേകം അള്ളാഹു ഖുർആനിൽ പുകഴ്ത്തി പറയണൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് പോണ വഴിയിൽ വാദി സാലിം, ഈ പേര് ഓർമ്മ ഉണ്ടോ? വാദി സാലിമിൽ വെച്ചാണ് ഇസ്ലാമിലെ ആദ്യത്തെ ജുമാ നടക്കുന്നത്. മദീനയിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ വന്നു. ആ സമയത്ത് എല്ലാവരും ആഗ്രഹിച്ചു, മദീനയിലെ ആളുകളൊക്കെ ആഗ്രഹിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ നിന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഒരു ചെറിയൊരു കച്ചറ ഉണ്ടാകണതിൻ്റെ വക്കിലെ വരെ എത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം എടുത്തു. അതായത് ഒട്ടകമാരം വീടിൻ്റെ മുന്നിലാണോ മുട്ടുകുത്തുന്നത്, ആ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒട്ടകം അബു അയ്യൂബ് അൻസാരിൻ്റെ വീട്ടിലെ മുന്നിൽ മുട്ടുകുത്തി നബി അവിടെ താമസിച്ചു. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആദ്യം അവിടുത്തെ ആളുകളൊക്കെ വന്ന് നബിനെ കണ്ട് ഇസ്ലാം ഇവിടെ ഇപ്പം ഒരു പരിധിയിലേറെ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യം മുസ്ലിങ്ങളില്ലാത്തൊരു സ്ഥലമായിരുന്നു, വെറും ക്രിസ്ത്യാനികളും ജൂതന്മാരും മാത്രം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്തായി, അവരുടെ പ്രബോധനം കാരണമൊക്കെ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നബിനെ സ്വീകരിക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ മസ്ജിദുൻ നബവി ഇഞ്ഞടുത്ത നിർമ്മാണമാണ്. മസ്ജിദുൻ നബവി ഇന്ന് നമ്മൾ മദീനത്ത് കാണുന്ന വലിയ പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ നിർമ്മാണം തുടങ്ങുകയാണ്. അതിൻ്റെ നിർമ്മാണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും നല്ലോണം ഒരു പങ്ക് വഹിച്ചു അതിൻ്റെ നിർമ്മാണത്തിൽ. അവിടെ ഒരു നിസ്കാരം കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ അതിനാദ്യം സ്ഥലം എടുക്കുക എന്നുള്ള നിലക്ക് 2 അനാഥ കുട്ടികളുടെ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസ കൊടുത്ത് ആ സ്ഥലം വാങ്ങി. അങ്ങനെ അവിടെ പല നിവേദക സംഘങ്ങൾ, അതായത് ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ പിന്നെ ഈ ഒരു സ്ഥലത്താണ് ചർച്ചകൾക്ക് വരുന്നത്. തൊട്ടടുത്തുള്ള നാടുകളിൽ നിന്ന് ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ ഇവിടെ വന്നാണ്ടാണ് ഉണ്ടായിരുന്നത്. നിവേദക സംഘം എന്ന് പറഞ്ഞാൽ ആ സംഗതിയാണ് കേട്ടോ. അങ്ങനെ മദീന എന്നുള്ളത് ഭരണത്തിൻ്റെ വലിയൊരു കേന്ദ്രമായി മാറി. പിന്നെ ഇതിൽ നബിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നബിൻ്റെ കുറച്ച് മുമ്പ് ഹിജറ ചെയ്ത് വന്നവരെയാണ് നമ്മൾ മുഹാജിറുകൾ എന്ന് പറയാം. സഹോദരന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാരികളെയും സഹോദരന്മാരായി പ്രഖ്യാപിച്ചു. അതായത് നമുക്ക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധം ഉണ്ടാകുള്ളൂ അല്ലേ, ബ്രദർഹുഡ്, സാഹോദര്യമാണ് അവരുടെ ഉണ്ടാക്കിയത്. അപ്പോൾ
ഇതിൽ നമ്മൾ ആരാണ് മുഹാജിറുകൾ? മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മക്കയിലെ പ്രയാസങ്ങൾ കാരണം ഓരോരോ സ്വന്തം വീടും ഓലുണ്ടാക്കി വെച്ച കുറേ കാലം ഉണ്ടാക്കി വെച്ച പൈസയും ഒക്കെ അവിടെ ഇട്ടച്ചാണ്ട് എന്താണ് മദീനയിലേക്ക് ഒരു കോലത്തിലും അവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂല, അവിടെ ഫുൾ അടിയും കുത്തും ചവിട്ടും ഒക്കെയാണ്, അതുകൊണ്ട് എന്താണ് നിൽക്കാൻ കഴിയൂലെന്ന് മനസ്സിലാക്കി മദീനയിലേക്ക് പോയവരെയാണ് നമ്മൾ മുഹാജിറുകൾ എന്ന് പറയാം. അടുത്തത് അൻസാറുകൾ എന്ന് പറയുന്നത് ഈ മുഹാജിറുകളെ, അതായത് മക്കത്ത് നിന്ന് അത്രയും പ്രയാസം സഹിച്ച് വരുന്ന മുഹാജിറുകളെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് മദീനയിലെ താമസിക്കണ മദീന നാട്ടുകാരാണ് അൻസാറുകൾ. അവർ പോലെ സമ്പത്തും കച്ചവടവും അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പകുതി ആർക്ക് ഇങ്ങോട്ട് വരുന്ന മുഹാജിറുകൾക്ക് കൊടുക്കും. അതുപോലെ ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും നേരെ പകുതി ഓൽതാണ്. ഈ പൈസയൊക്കെ പോകുമല്ലെന്നില്ല പേടിയില്ലതുകൊണ്ട് അത് പിടിച്ച് ഒരു കോലത്തിൽ പിടിച്ചെക്കാനൊന്നും നിന്നില്ല. എന്തുണ്ടോ പൈസയായിട്ട് എന്താണെങ്കിലും എന്താണ് അത് നേരെ പകുതി ആർക്ക് കൊടുത്തു? മുഹാജിറുകൾക്ക് കൊടുത്തു. അവരെന്താണ് ആതിഥ്യ മര്യാദ, അറബികൾ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ അത്രക്കും ടോപ്പ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായി ആ അതിഥികളെ അവർ സ്വീകരിച്ചു. ഇനി അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇസ്ലാമിലെ ബാങ്കാണ് അല്ലേ. നമസ്കാര സമയം അറിയിക്കാൻ പ്രത്യേകിച്ച് എന്താണ് ഒരു വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ചർച്ച ചെയ്ത് ഒരു സ്വഹാബിക്ക് സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തായി? ആ സ്വപ്നത്തിൽ കണ്ടതാണ് എന്ത്? ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ബാങ്ക് വിളിക്കണ രീതി. അപ്പോൾ ആ ബാങ്ക് വിളിക്കണ രീതി നബിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. പിന്നെ ആ ഒരു ബാങ്കിൻ്റെ രൂപം എങ്ങനെയാകണം എന്നുള്ളത് നബിക്ക് വഹി ലഭിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ ആ അടിപൊളി ശബ്ദത്തിൽ എന്തായി ബാങ്ക് കൊടുത്തു. പിന്നെ അതുപോലെ പിന്നീട് ഉണ്ടായത് കിബല മാറ്റാണ്. കിബല മസ്ജിദുൽ അക്സല, ഫലസ്തീനിലുള്ള ആ സ്ഥലത്തേക്കായിരുന്നു ഉണ്ടായിരുന്നത്. മസ്ജിദുൽ അക്സയ്ക്കാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ എവിടേക്ക് മാറ്റി? മസ്ജിദുൽ ഹറാമിലേക്കാക്കി മാറ്റി. നബിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. നബി കുറേ കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റി. നമുക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മദീനയിൽ എന്താണ് നല്ലൊരു പരിസ്ഥിതി വന്നു. മക്കത്ത് ഒരു കോലത്തിൽ നിൽക്കാൻ പറ്റാത്ത ഒരു വെറും ആട്ടിയും ചവിട്ടും കുത്തുമായതുകൊണ്ട് എന്താണ് മക്കത്ത് ഒരു കോലത്തിൽ നിൽക്കാൻ പറ്റാത്തയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ മദീനയിൽ എന്താണ് കുറച്ച് നല്ലൊരു സ്ഥലമായി. നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വല്ലാതെ കച്ചറയൊന്നുമില്ല, ഒക്കെ നല്ല സമാധാനമാണ്. ഈ ഒരു സംഗതി എന്താണ് മുസ്ലിങ്ങളെ പരമാവധി നല്ല കോലത്തിൽ ഉപയോഗിച്ചു. ഇതെന്താണ് പരമാവധി പ്രബോധനത്തിന് കൂടുതൽ ആളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അത് പരമാവധി അവർ ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഇവിടെ എന്തായി മദീനയിൽ പിന്നെയും വീണ്ടും ഇഷ്ടംപോലെ ആളുകൾ കൂടി. ഇഷ്ടംപോലെ ആളുകൾ കൂടിയപ്പോൾ ഇതും ആർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മക്കയിൽ വിവരങ്ങളൊക്കെ എത്തുന്നുണ്ട്. ഇവിടെ എന്താണ് ചില ചാരന്മാരും ഉണ്ട്. ഈ വിവരങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് എന്താണ് അവിടെ മക്കയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് മുസ്ലിങ്ങളെ വധിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. മുസ്ലിങ്ങളവിടെ പോയി വധിക്കാൻ. അപ്പോൾ വെറുതെ എന്തായാലും വധിക്കാൻ കഴിയില്ലല്ലോ, ആയുധങ്ങൾ വേണം. അപ്പോൾ ഈ ആയുധ കച്ചവടത്തിന് വേണ്ടിയാണ് എന്താണ് ഇവർ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ വാങ്ങാനുള്ള പൈസയ്ക്ക് വേണ്ടി കുറേ സാധനങ്ങൾ എല്ലാവരുടെ നിന്നും ശേഖരിച്ച് അത് കൊണ്ടുപോയി കച്ചവടത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ അറിഞ്ഞു. അവരെ തടയാൻ വേണ്ടി എത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിൻ്റെ പല ആളുകൾക്കും എന്താക്കിയില്ല, അവരെ പിടിക്കാൻ കിട്ടിയില്ല. അപ്പോഴേക്കിനും അവർ വിവരം അറിഞ്ഞു, വേറെ വഴിയിലൂടെ തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ തിരിച്ച് അവരെത്തിയതുകൊണ്ട് തന്നെ അവരെ സമാധാനത്തോടെ പറഞ്ഞാൽ ഖുറൈശികൾ തീരുമാനിച്ചു, ഇനി അതല്ല യുദ്ധമൊന്നും വേണ്ട, നമ്മളെ സാധനങ്ങളും കച്ചവട സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയാലോ, അതൊന്നും യുദ്ധം ചെയ്യാതെ തിരിച്ചു കിട്ടിയാലോ. അങ്ങനെ പിരിഞ്ഞു പോകാനുള്ള പ്ലാനിലെത്തി. പക്ഷേ അബൂജഹലും അതുപോലെ ഏതാനും ആളുകൾ എന്താണ് പോരാ, നമുക്ക് ഇതിനെ അവരിങ്ങനെ കാട്ടാൻ ശ്രമിച്ചതിന് നമുക്ക് പകരം വീട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായി റമദാൻ മാസം 17 നമ്മൾ ആലോചിച്ച് നോക്കുക, പട്ടിണി കടന്ന് നിൽക്കുന്ന സമയമാണ്. നമ്മൾ ഇന്നിങ്ങനെ കാണുമ്പോൾ യുദ്ധം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നല്ല രസമാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ കുട്ടികളെയും ഉപ്പമാരും ഉമ്മമാരും ഒക്കെ മരിച്ച് വീണ ആ ഒരു അവസ്ഥ. അപ്പോൾ ആ നിലക്ക് അതും ഇന്നത്തെ പോലെ ആയുധങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലം, നോമ്പും നോറ്റാണ്ടാണ് പോണത്. അങ്ങനെ ആ സമയത്ത് എന്താണ് ഒരു മഴ പെയ്തു. മഴ പെയ്തത് എന്താണ് മുസ്ലിങ്ങൾക്ക് വല്ലാത്ത അനുഗ്രഹമായി. കാരണം അവർക്ക് അവരെ അടുത്തുനിന്ന് എന്താണ് പേടി പോയി. പിന്നെ അവർക്ക് എന്താണ് കൃത്യമായി കുടിക്കാനും കാര്യത്തിനൊക്കെ എന്താണ് വെള്ളം ശേഖരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ മലക്കുകളെ സഹായം കിട്ടി. മുസ്ലിങ്ങൾക്ക് മലക്കുകളെ സഹായം കിട്ടി.
ശത്രുക്കൾക്കോ ഷെയ്ത്താൻ്റെ സഹായം കിട്ടി. ഷെയ്ത്താൻ പിന്നെ കൂടുതൽ നേരം അവിടെ നിന്നില്ല. കാരണം ഷെയ്ത്താൻ അങ്ങനെ പതുക്കെ ഇങ്ങനെ ഒയ്യണത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ആളുകൾ കണ്ടു. ആ സമയത്ത് ആരോ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ പതുക്കെ ഒയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കാണാത്ത പല ആളുകളും ഞാൻ എന്താണ് എൻ്റെ മുന്നിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ത്താൻ പതുക്കെ സ്ഥലത്ത് നിന്ന് സ്കൂട്ടായി. പിന്നെ അവിടെ വൻ പോരാട്ടം നടന്നു. നമ്മൾ മനസ്സിലാക്കുക, മുസ്ലിങ്ങൾ വെറും 313, ശത്രുക്കൾ 1000 എണ്ണമാണ് ഉണ്ടായത്. പക്ഷേ ജയിച്ചത് ആരാണ്? ജയിച്ചത് മുസ്ലിങ്ങളാണ്. അബൂജഹലടക്കം വധിക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ വധിക്കപ്പെട്ടത് ബദർ യുദ്ധത്തിലാണ്. പിന്നെ യുദ്ധത്തിൽ എന്താണ് കുറേ ആളുകളെ എന്താണ് പിടിച്ചു. അതായത് യുദ്ധം ചെയ്യാൻ വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവരെ നമ്മൾ ജയിലിലടക്കണമാതിരി എന്താണ് അവരെ പിടിച്ചു വെച്ചു. അവരെന്താണ് നല്ല നിലക്കാണ് അവരോട് പെരുമാറിയത്. നമുക്കറിയാം, ഒരു ജയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ, പ്രത്യേകിച്ച് യുദ്ധമൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ജയിലിട്ടാൽ അവസ്ഥ. അവനെ ഇടിച്ചിട്ടും കുത്തിയിട്ടും ചോദ്യം ചെയ്തിട്ടോ ആ നിലക്കാണ് ഉണ്ടാവുക. പക്ഷെ മുസ്ലിങ്ങൾ എന്താണ് ആ വിജയം വരിച്ചു. ഈ യുദ്ധ കുറ്റക്കാരോട് എന്താണ് അവർ നല്ല നിലക്കാണ് പെരുമാറിയത്. പലരും എന്താണ് ഒരു നിലക്ക് പോൽക്ക് ചിലരെ മോചനത്തിന് പൈസ വാങ്ങിയാണ്ട് വിട്ടു. ചിലർക്ക് ഒരു കോലത്തിലും കഴിയൂലെന്ന് കണ്ടപ്പം അവരെ വെറുതെ വിട്ടതുണ്ട്. അങ്ങനെ പല നിലക്കും എന്താണ് ചിലർക്ക് മുസ്ലിങ്ങൾക്ക് ചെറിയൊരു സേവനം എന്നുള്ള നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള നിലക്കൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും പല സഹാബിമാരെയും പല വിഷയങ്ങളും പഠിപ്പിച്ചു. അങ്ങനെ അവർക്ക് കുറേ അറിവ് കിട്ടി. അതിന് ശേഷം അവരെ വിട്ടയക്കണ സംഭവമൊക്കെയാണ് പിന്നീട് ബദറിലുണ്ടായത്. ഇനി അടുത്തത് ഉഹദ് യുദ്ധം ഇസ്ലാമിൽ വളരെ നമ്മൾ കണ്ണീരോടെ ഓർക്കേണ്ട ഒരു ചരിത്രമാണ്. മുസ്ലിങ്ങൾക്ക് ആദ്യം വിജയം ഇങ്ങനെ എത്തിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു പരാജയം വന്നു. അവസാനം വീണ്ടും യുദ്ധം മുസ്ലിങ്ങളെ കഴിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിലും ഒരു ചെറിയൊരു പോരായ്മ ആ ഒരു വിഷയത്തിൽ, ഉഹദിൻ്റെ വിഷയത്തിൽ ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. 1000 മുസ്ലിങ്ങളും അതിൽ 3000 ഖുറൈശികളുമാണ് ഉണ്ടായിരുന്നത്. ഖുറൈശികൾ പറഞ്ഞാൽ ശത്രുക്കൾ അല്ലേ. അങ്ങനെ ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉഹദ് മല, നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ചിത്രങ്ങളൊക്കെ നോക്കിയാൽ ആ ഉഹദ് മലയിൽ എന്താക്കി മുസ്ലിങ്ങളെ കൃത്യമായിട്ട് എന്താണ് നിർത്തി. ഈ ഉഹദ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രദേശമാണ്. അതായത് യുദ്ധം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ചുറ്റുവടം ഉള്ളത് വലിയ വലിയ മലനിരകളാണ്. ഒരു കോലത്തിലും ഒരാൾക്കും അതിമുകൾ കയറി വരാൻ കഴിയില്ല. മദീനയിൽ ഉഹദ് പറഞ്ഞ സ്ഥലം പോയി കണ്ടവർക്കൊക്കെ അറിയാം, ചുറ്റോടും വലിയ മലകളാണ്. അതിനാകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. ആ ഒരു ഗ്യാപ്പ് കണക്കാക്കേണ്ട എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉഹദിൻ്റെ മലൻ്റെ മേലെ എന്താക്കി ആ ഉയരത്തുനിന്ന് ആകുമ്പോൾ കുറേ ദൂരം കാണാമെന്നുള്ള നിലക്ക് ആ കുന്നിൻ്റെ മുകളിൽ കുറേ സഹാബിമാരെ, അമ്പെയ്ത്തുകാരായ സഹാബിമാരെ നിർത്തി. കാരണം ആ ഒറ്റ വഴിയേ വരാനുള്ളൂ. അതിൽക്കൂടെ വന്നാൽ എന്താണ് ഒറ്റയടിക്ക് അമ്പെയ്ത് വീഴ്ത്തുക എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നിർത്തി. അങ്ങനെ പലരും വന്നു, പലരെയും എന്താണ് അമ്പെയ്ത് വീഴ്ത്തി. അങ്ങനെ ആ അമ്പെയ്ത് വീഴ്ത്തി അവിടെ കുറച്ച് ശത്രുക്കളൊക്കെ അങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. പല സ്വഹാബിമാരും എന്താക്കി ഈ മരിച്ച ആളുകളെ ഗനീമത്ത് മുതലുണ്ടാകും ഇവർക്ക് എന്താണ് ഇവരുടെ അടുത്തുള്ള സ്വത്തുക്കൾ, ആയുധങ്ങൾ, ഇതൊക്കെ എന്താണ് പൊറുക്കിയെടുക്കാൻ വേണ്ടിയാണ് യുദ്ധത്തിൻ്റെ ഇടയിൽ പലരും പൊറുക്കാൻ തുടങ്ങി, താഴെയുള്ളവർ. അപ്പോൾ ഇത് കണ്ടപ്പം ആർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. മേലെ ഈ അമ്പയത്തിന് റെഡി നിൽക്കുന്ന ആളുകൾക്കും എന്താണ് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരും എന്താണ് ഇറങ്ങി അവിടുത്തെ ഈ ഇബ്നു ജുബൈർ അല്ലേ, അദ്ദേഹമാണ് അവിടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം കുറേ പറഞ്ഞു. പക്ഷെ അവരാരും കേൾക്കാതെ എന്താണ് അവർ ആ നീതികളും കാര്യങ്ങളൊക്കെ പൊറുക്കാൻ പോയി. അങ്ങനെ പൊറുക്കിയപ്പോഴേക്കും എന്തായി, ഈ വിവരം ആരറിഞ്ഞു? ഖാലിദ് ബിൻ വലീദ് അറിഞ്ഞു. ഖാലിദ് ബിൻ വലീദ് എന്ന് പറഞ്ഞാൽ വൻ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജിസ്റ്റാണ്. യുദ്ധത്തിൽ ഭയങ്കര ഐഡിയയുള്ള മനുഷ്യനാണ്. പിന്നീട് ഇസ്ലാമിലെ പല യുദ്ധങ്ങൾക്കും അദ്ദേഹം നമുക്കൊരു മുതൽക്കൂട്ടായി മാറുന്നുണ്ട്, ഇസ്ലാം സ്വീകരിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായി, മൂപ്പരും ഒരു മിന്നലാക്രമണം പെട്ടെന്ന് എന്താണ് വന്നാണ്ട് ആ സ്ഥലത്ത് കൂടെ വന്നാണ്ട് ഒന്നായിട്ട് വന്ന് നിരങ്ങി എല്ലാവരെയും ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പല്ലുകൾക്ക് വരെ എന്താണ് പരിക്ക് പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീഴുന്നൊക്കെ ഉണ്ട്. അവിടെ 70ഓളം പിന്നീട് യുദ്ധം തിരിച്ചു പിടിച്ചു. പക്ഷെ എന്നാലും 70ഓളം സഹാബികൾക്ക് എന്തായി, ജീവൻ ത്യജിക്കേണ്ടി വന്നു, ഷഹീദായി. ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ. ഹംസ റളിയല്ലാഹു അൻഹുവിനോടാണെങ്കിൽ ശത്രുത അല്ല, ഹിന്ദ് എന്താക്കി ഇതിന് ശേഷം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മരിച്ചെടുക്കുന്ന ശരീരം കണ്ടപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന്
കൈ കരൾ പറിച്ചെടുത്തു. ഹംസ റളിയല്ലാഹുവിൻ്റെ കരൾ മരിച്ച ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തു. ശേഷം അതൊരു കടി കടിച്ചാണ്ടാണ് തുപ്പി. അത്രക്കും ശത്രുതയായിരുന്നു ഈ ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. പിന്നീട് ഈ ഹിന്ദുവൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അത്രക്കും വെറുപ്പുള്ള ആളുകളൊക്കെ പിന്നീട് എന്താണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? നേതാവിൻ്റെ കൽപ്പനകളെ നമ്മളെന്താണ് കൃത്യമായി അനുസരിക്കണം. ഒരു നേതാവ്, ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ പറയുന്നത് നമ്മൾ കൃത്യമായി അനുസരിക്കണം. അല്ലെങ്കിൽ എന്താണ്, അതുപോലെ കൃത്യമായി അച്ചടക്കവും വേണം. എന്നാൽ എന്താകുള്ളൂ, ഏതൊരു സാധനത്തിലും നമുക്ക് കൃത്യമായി വിജയം നേടാൻ കഴിയുള്ളൂ. ഇനി അടുത്തത്, മുസ്ലിങ്ങൾ അതുപോലെ തന്നെ 10,000 പേരടങ്ങുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും ഖുറൈശികളും അടങ്ങുന്ന ഖുറൈശി സഖ്യസേന. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്കും എന്താണ്, മദീനയിലുണ്ടായിരുന്ന ചില ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുസ്ലിങ്ങൾ വളരുന്നത് പറ്റിയില്ല. അപ്പോൾ എന്താക്കി, അങ്ങോട്ട് മക്കത്തേക്ക് പോയി അവിടുത്തെ ഖുറൈശികളായിട്ട് കരാറുണ്ടാക്കി ഒരു യുദ്ധത്തിന് തീരുമാനിച്ചു. ഇത് അറിഞ്ഞു. ആ സമയത്താണ് സൽമാനുൽ ഫാരിസി എന്ന് പറഞ്ഞ സ്വഹാബി ഇസ്ലാം സ്വീകരിച്ച് ഒരു പേർഷ്യക്കാരൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു വലിയൊരു കുഴി ഉണ്ടാക്കുക. ആ കുഴി എന്താണ്, ആ ശത്രുക്കൾക്ക് ഒരിക്കലും കടക്കാൻ പറ്റാത്ത രീതിയിൽ കുഴി ഉണ്ടാക്കുക. ആ ഒരു നിലക്ക് അവരെല്ലാവരും പാടെ കൂടി വലിയ കുഴി ഉണ്ടാക്കി. ആ സമയത്ത് അവരെല്ലാവരും ആ പഴിച്ച് നിൽക്കുന്ന സമയം ആ വിശപ്പ് മാറാൻ അവരുടെ അടുത്ത് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് വയറ്റിൽ കല്ല് കെട്ടിയ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അവരെ പണിയെടുത്ത് കുഴി ഉണ്ടാക്കി, വലിയ കുഴി ഉണ്ടാക്കി, അവർക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുഴി ഉണ്ടാക്കി. ഒരു കൊടുങ്കാറ്റ്, അന്ന് യുദ്ധത്തിന് വരുന്നവർക്ക് എന്താണ്, ഒരു കൊടുങ്കാറ്റ് വഴിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ പലരും ചിതറി ഓടി. പിന്നെ അവർ വന്നു, പിന്നെ കാണുന്നത് ഈ വലിയ കുഴിയാണ്. പലരും കുഴി കടക്കാൻ ശ്രമിച്ചു. കുഴി കടക്കാൻ ശ്രമിച്ചവരൊക്കെ കുഴിയിൽ വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു യുദ്ധവും എന്താണ്, മുസ്ലിങ്ങൾക്ക് വലിയൊരു വിജയമായി തീർന്നു. ഇനി അതാണ് അഹ്സാബ്, ഹന്തക്ക് എന്നൊക്കെ പറയുന്ന കുഴി കുഴിച്ചാണ്ടുള്ള യുദ്ധം. ഇതിൽ നമ്മൾ സൽമാനുൽ ഫാരിസി എന്ന പേര് നമ്മൾ ഓർമ്മ വെക്കണം. ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത ആളാണ്, അതായത് കുഴി ഉണ്ടാക്കിയാണ്ട് യുദ്ധം ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്ത ആളാണ് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ഇനി നമുക്കടുത്തത് ചർച്ച ചെയ്യാനുള്ള ഇതാണ് ഹുദൈബിയ സന്ധി. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് ഹുദൈബിയ സന്ധിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എന്ത് വേണം, ഒന്ന് ഉംറക്ക് പോകണം. അതായത് സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച് വന്നതാണല്ലോ. അപ്പോൾ ഉംറ ചെയ്യണമെങ്കിൽ ഇവിടേക്ക് പോകണം, മക്കത്തേക്ക് തന്നെ പോകണം. അപ്പോൾ ആ മക്കത്തേക്ക് 400ഓളം മുസ്ലിങ്ങൾ എന്താണ് പോകാൻ പ്ലാനിട്ടു. നബിയുടെ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ. നബിയുടെ സ്വപ്നം കണ്ടതാണ്. അപ്പോൾ നബിമാരുടെ സ്വപ്നം എന്നുള്ളത് എന്താണ്, ഒരു വഹിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. പോണ സമയത്ത് സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ അവിടുന്ന് പോകുന്നതാണ്, അവരുടെ നാടല്ല. അപ്പോൾ ഖുറൈശികൾ എന്താണ്, ഈ 400 മുസ്ലിങ്ങളെ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞാണ്ട് പോകാൻ അയക്കാതെ പിന്നെ അവിടുന്ന് ചർച്ചയ്ക്ക് വേണ്ടി ഒരാളെ പറഞ്ഞേക്കാൻ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറേ നേരമായിട്ട് കാണാതായപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചൂട്ടിൽ വെച്ച് ഒരു തീരുമാനം എടുത്തു. അതായത് അവരുടെ ഒരു വാർത്ത പറഞ്ഞു, എന്താണ്, ഉസ്മാൻ റളിയല്ലാഹു കാണാമല്ലോ, ഉസ്മാൻ റളിയല്ലാഹു എന്തായാലും കൊന്നൊരു വാർത്ത അവിടെ പ്രചരിച്ചു. ഈ സമയത്ത് അവർ ആ മരത്തിൻ്റെ ചൂട്ടിലെടുത്താണ് ഒരു തീരുമാനം എടുത്തു. എന്താണ്, ബൈഅത്തു റിദ്വാൻ. അതായത് ഉസ്മാൻ റളിയല്ലാഹുവിനെ ആരെങ്കിലും വധിച്ചിക്കണമെന്ന് വെച്ചാൽ അതിന് പകരം വീട്ടുന്നുള്ള നിലക്ക് അവർ തീരുമാനം എടുത്തു. അതിനാണ് ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ തീരുമാനം എടുത്താണ്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന നേരത്താണ് ഉസ്മാൻ റളിയല്ലാഹു തിരിച്ചു വരുന്നതും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും. അപ്പോൾ അവരെന്താണ്, കുറച്ച് കരാറുകൾ ഉണ്ടാക്കി. എന്തൊക്കെയാണ് കരാറുകൾ? എന്താണ്, അവർ ഉംറയ്ക്ക് വരികയാണല്ലേ, ഉംറയ്ക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം ഒന്നാമതായി പറഞ്ഞത് എന്താണ്, ഈ വർഷങ്ങൾ എന്താണ് തിരിച്ചു പോകുക തന്നെ വേണം, അല്ലാതെ വേറെ വഴിയില്ല, നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം. പിന്നെ അതുപോലെ ഇനി എന്താണ്, 10 കൊല്ലം ഒരു കോലത്തിലും യുദ്ധങ്ങൾ നടക്കരുത്. യുദ്ധങ്ങൾ എന്താണ് 10 കൊല്ലം ഇനി നടത്തരുത്, നമ്മളൊരിക്കലും തമ്മിൽ യുദ്ധം ഉണ്ടാവരുത്. പിന്നെ അടുത്ത ഈ ഒരു പോയിൻ്റാണ് ചെറിയൊരു പ്രശ്നമല്ല പോയിൻ്റ്. എന്താണ്, മക്കയിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളെ തിരിച്ചയക്കണം. അതായത് ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഓരൊരിക്കലും മദീനയിലേക്ക് കടക്കാൻ അയക്കൂല.
ഓലെ എവിടേക്കാനകത്ത് പോകേണ്ടി വരും, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. ഇനി ആരെങ്കിലും മദീനയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളായ ഏതെങ്കിലും ചങ്ങായിമാർ മക്കത്തേക്ക് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകുകയാണെങ്കിലും അതിലൊരു കുഴപ്പമുണ്ടാവില്ല. നേരെ തിരിച്ച് ആരെങ്കിലും മുസ്ലിം ആയതുകൊണ്ട് മദീനത്തേക്ക് പോവുകയാണെങ്കിൽ അതിനയക്കൂല. അതിനെന്താണ് അങ്ങനെ അയക്കൂല. ഓലെന്താണ് എന്തൊക്കെ പ്രയാസങ്ങളില്ലെന്ന് വെച്ചാൽ ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് അവിടെ നിൽക്കേണ്ടി വരും, മക്ക തന്നെ നിൽക്കേണ്ടി വരും. അതായിരുന്നു ഒന്നാമത്തെ ഈ അഖബ ഹുദൈബിയ സന്ധിയിലെ നിബന്ധന. വേറെയും കുറേ ജസ്റ്റ് ഇതിൻ്റെ ഒരു ചുരുക്കം മാത്രമേ പറയണത്. പക്ഷേ ഇതിനെ ഖുർആൻ വിശേഷിപ്പിച്ച എന്താണ് വ്യക്തമായ വിജയം എന്നുള്ളതാണ്. ഫത്തുഹുൽ മുബീൻ എന്നുള്ള നിലക്കാണ് ഖുർആൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എങ്ങനെയാണ് ഒരു വ്യക്തമായ വിജയത്തിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരു ഈ ഒരു കരാറിലെ ഈ ഒരു പ്രയാസപ്പെടുത്തുന്നല്ലേ മുസ്ലിങ്ങൾ മൊത്തത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിട്ടും പിന്നെ ഇതെങ്ങനെ ഒരു വ്യക്തമായ വിജയമായി ഖുർആൻ പറയപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയാം ഇവരായിട്ട് കരാറുകൾ കൂടുതൽ കാലം നിലനിൽക്കില്ല, ഓലനെ ലംഘിക്കും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഖുറൈശികൾ മുസ്ലിങ്ങൾ ഒരു ശക്തിയായി അംഗീകരിച്ചു. പിന്നെ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്താണ് കുറേ ആളുകൾക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരെ ഇസ്ലാം സ്വീകരിക്കാനും കാരണമായി. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഖാലിദ് ബിൻ വലീദും അംറു ബിൻ ആസ് പോലത്തെ പ്രധാനികളൊക്കെ ഇതോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വേറൊന്നിനും കൂടി ഉപയോഗപ്പെടുത്തി. കാരണം ഇപ്പോൾ കച്ചറകളൊന്നും കൂടുതൽ നടക്കണില്ലല്ലോ. അതുകൊണ്ട് എന്താക്കി ലോകരാജ്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സീലൊക്കെ വെച്ചുകൊണ്ട് കത്തയക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള നാടുകളിലൊക്കെ കത്തയക്കാൻ തുടങ്ങി. അതിൽ ഒന്ന് ആർക്കാണ് ഈജിപ്തിലേക്കാണ് അയച്ചത്. ഫാത്തിഹ് ബിൻ അബിൽ ഈജിപ്തിലേക്ക് അയച്ചത് ഫാത്തിഹ് ബിൻ അബി ബൽത എന്ന ആളെയാണ് ദൂതനായിട്ട് കൂടെ അയച്ചത്. അതായത് ഈ കത്ത് എത്തിച്ചു കൊടുക്കാനുള്ള പോസ്റ്റ്മാൻ. അന്നത്തെ കാലത്ത് ഒരു പോസ്റ്റ്മാൻ എന്നുള്ള നിലക്ക് അവിടേക്ക് എത്തിച്ചു കൊടുക്കാറ്. പിന്നെ നജ്ജാഷി രാജാവിനെ, അതായത് എത്യോപ്യ രാജ്യത്തിൻ്റെ നാടിൻ്റെ ഭരണാധികാരിയായ നജ്ജാഷിക്ക് എത്തിച്ചു കൊടുത്തത് ആരാണ്? അമ്രു ബിൻ ഉമയ്യ എന്ന സ്വഹാബിയാണ് കൂടെ പോയി കത്ത് കൊണ്ടു കൊടുക്കാൻ പോയത്. പിന്നെ കിസ്ര ചക്രവർത്തി, ഇദ്ദേഹത്തെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിന് ദൂതനായിട്ട് അബ്ദുല്ലാഹിബിൻ ഹുദാഫത്തു സഹമി എന്ന സ്വഹാബിനെയാണ് അയച്ചത്. പക്ഷെ കൊടുക്കലും അതപ്പോഴേക്കും അദ്ദേഹം ആ കത്ത് കീറിക്കളഞ്ഞു. അതായത് കിസ്ര ചക്രവർത്തി കത്ത് കീറിക്കളഞ്ഞു. ആ കത്ത് എങ്ങനെയാണ് കീറിക്കളഞ്ഞത്? അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടും പിന്നീട് തരിപ്പണാകുകയാണ് ചെയ്തത്. പിന്നീട് ഇസ്ലാം ആ നാട് പിടിച്ചടക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ അടുത്തത് ഇനി റോമിൽ ഈ റോമും പേർഷ്യ എന്നുള്ള രണ്ട് രാജ്യങ്ങളും അന്നത്തെ ഏറ്റവും നല്ല വൻ ശക്തി രാജ്യങ്ങളായിരുന്നു. റോമിലേക്കും അയച്ചു. ദൈഹത്തുൽ കൽബി എന്ന ആളെയാണ് എന്താക്കി അയച്ചത്, പോസ്റ്റ്മാനായിട്ട് അയച്ചത്. പിന്നെയും ഒന്ന് രണ്ട് ആളുകൾ അയച്ചിട്ടുണ്ട്. അന്ന് ഹാരിസ് ബിൻ അബി ഷംസിൽ ഖസാനി എന്ന ആളെ സിറിയ ഭരിക്കുന്ന സമയത്ത് അവിടേക്ക് ഷുജാ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിനെ കത്ത് കൊടുത്തേക്കാൻ അയച്ചു. പിന്നെ ജീഫർ അബ്ദ് ഒമാനിൻ്റെ ഭരണാധികാരികളായിരുന്നു. അവരുടെയൊക്കെ ഏറ്റവും പ്രഗത്ഭനായ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ അമ്രു ബിൻ ആസിനെ അവരുടെയും അയക്കപ്പെട്ടു. ഇനി അടുത്തതാണ് മക്ക വിജയം വന്നെത്തണത് അതായത് 2 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഖുറൈശികൾ ആ സന്ധി ലംഘിച്ചു. അതുകൊണ്ട് തന്നെ 10,000 മുസ്ലിങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. എവിടേക്ക്? മക്കയിലേക്ക് ഉംറ ചെയ്യാൻ. ആ സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മക്കയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. മക്കയിലേക്ക് ഒരു കോലത്തിലും തടയാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒപ്പം ആളുകൾ കൂടി, എണ്ണത്തിൽ നല്ലോണം ആളുകൾ കൂടി, തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത കോലത്തിലായി. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നു. അവർ ആദ്യം പ്ലാൻ ഇട്ടു. മക്കൾക്ക് പല ഗേറ്റുകളുണ്ട് കേട്ടോ, പല വഴികളുണ്ട്. ആ പല വഴികളിലൂടെയും ആളുകൾ ഒന്നായിട്ട് വേറെ വേറെ വഴിക്കൂടെ ഈ കൂട്ടം ആളുകൾ ഒന്നായിട്ട് വന്നു. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായി. ഖുറൈശികൾക്കൊക്കെ പ്രത്യേകിച്ച് പേടിയായി. കാരണം
സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചാട്ടിയതൊക്കെ ആരാണ്? ഖുറൈശികളാണ്. അപ്പോൾ അന്ന് നബിനെ പ്രയാസപ്പെടുത്തിയതിന്, അന്ന് പല ആളുകളെയും കൊന്നതിന്, അന്ന് ആ നിലക്ക് പല നിലക്കും എന്താണ് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തിയതിന്, അതിനൊക്കെ ഒന്ന് പ്രതികാരം ചെയ്യുന്നുള്ള നിലക്ക് ഖുറൈശികളൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. ചിലരൊക്കെ പല വീട്ടിലും പോയി ഒളിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു ഖുറൈശികളിൽപ്പെട്ട ഒരാളോട് ചോദിക്കണ്ടേ, ഇന്ന് എന്തിൻ്റെ ദിവസമാണെന്ന് എനിക്കറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുറൈശി പറഞ്ഞത് എന്താണ്? അല്യോം യോമുൽ മൽഹമ, അല്ലേ? ഒരക്ഷരം അതിൽ ശ്രദ്ധിക്കുക, ഒരു അക്ഷരം കേട്ടോ. അല്യോമുൽ മൽഹമ എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് കൂട്ടക്കശാപ്പിൻ്റെ ദിവസമാണല്ലോ. കൂട്ടക്കശാപ്പ് പറഞ്ഞാൽ ഇന്ന് കൂട്ടത്തോടെ അറുക്കണ, കൂട്ടത്തോടെ ആളുകളെ കൊല്ലണ ദിവസമാണ്. അന്നത്തിന് മുഴുവൻ പകരം വീട്ടിയാണ്ട് കൊല്ലണ ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുത്തു. ഈ മൽഹമ എന്നുള്ളത് എന്താണ്? ലാ മാറ്റിയിട്ട് റാ എന്നാക്കി. അതായത് അല്യോം യൗമുൽ മർഹമ, ഇന്നെന്താണ്? കാരുണ്യത്തിൻ്റെ ദിവസമാണ്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങളെല്ലാവരും എന്താണ്? ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. ആ കൊടും ക്രൂരതകളൊക്കെ എന്താണ് ചെയ്തത് നബിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതൊന്നും എന്താണ് പകരം വീട്ടാതെ അവരൊക്കെ എന്താണ് വെറുതെ വിട്ടു. ഇതൊക്കെ ചരിത്രത്തിൽ എന്താണ് ഇന്ന് ഗോൾഡൻ മഷികളായിട്ട് തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. കാരണം ഒരു നാട് പിടിച്ചടക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും രക്തം ചിന്താതെ അവിടെ ഒരു വഴിയില്ല, അല്ലേ? ഇന്നിപ്പോൾ ഏതൊരു നാടിൻ്റെ പിടിച്ചടക്കൽ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ എന്താണ് ചോര എന്തായാലും ചിന്തണം. പക്ഷെ ഇവിടെ എന്താണ് ചോര ചിന്താതെയാണ് എന്ത്, ഒരു തുള്ളി രക്തം പോലും ചിന്താതെയാണ് എന്താക്കിയത് ആ നാട് തിരിച്ച് അവർ പിടിച്ചത്. പിന്നെ ഇതോട് കാബൻ്റെ ഉള്ളിൽ പല വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ലാത്തിൻ്റെയും മനാത്തിൻ്റെയും പോലത്തെ പല ആളുകളുടെയും വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കി ശുദ്ധീകരിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എന്താണ് കാബൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി? എല്ലാവരെയും തിരിച്ച് പറഞ്ഞേച്ച് അവരോട് പ്രതികാരമല്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാനത്തെ ഹജ്ജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. ആ ഒരു നിലക്ക് നബിയും എന്താണ് നബിൻ്റെ അവസാനത്തെ ഒരു ഹജ്ജാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജത്തുൽ വദാ എന്നാണ് ഇതിൻ്റെ പേര്. ഹജ്ജത്തുൽ വദാ, അതായത് നമ്മൾ സെൻഡ് ഓഫിനൊക്കെ വദാ എന്നിട്ട് പറയാം. അപ്പോൾ ആ നിലക്ക് എന്താണ് അവസാനത്തെ ഹജ്ജ് എന്നുള്ള നിലക്കാണ് എന്ത് ഇതിനെ ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അവരുടെ പണി എന്താ വെച്ചാൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത വർഷം. അതോടുകൂടി എന്താണ് ഹജ്ജും നിർബന്ധമാക്കി. അതോളം ഹജ്ജ് നിർബന്ധമില്ലായിരുന്നു, ഹജ്ജ് നിർബന്ധമാക്കി. അങ്ങനെ ശരിയായ രീതിയിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഇത് ലോകത്ത് പലയിടത്തും ഇസ്ലാം എത്തി. അപ്പോൾ പിന്നെ എന്താണ് തൊട്ടടുത്തുള്ള ചെറിയ നാടുകളിലൊക്കെ ഇസ്ലാം എത്തി. അവിടെ നിന്നൊക്കെ കുറേ ആളുകൾ വന്നു ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒപ്പം കൂടി. അങ്ങനെ മീനയിൽ കൂടി പിന്നെ അറഫയ്ക്ക് നീങ്ങി. അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 1.5 പ്രസംഗം ഉണ്ടായിരുന്നു. ഇന്ന് UN-ലൊക്കെ എന്താണ് ആഗോളതലത്തിൽ നമുക്കറിയാം UN-ലൊക്കെ എന്താണ് വളരെ ശ്രദ്ധ നേടിയ, പലയിടത്തും UN-ൻ്റെയൊക്കെ പല സ്ഥലത്തൊക്കെ എഴുതി വെച്ച ഒരു പ്രസംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ച ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു പ്രസംഗം. അത്രക്കും ചരിത്ര പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാനത്തെ പ്രസംഗം. അതിലേറ്റവും പ്രധാനപ്പെട്ട പറയുന്ന പോയിന്റുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിലൊന്ന് ജീവനും സ്വത്തിനും സംരക്ഷിക്കണം, അതായത് സംരക്ഷണം. ഒരാൾക്ക് എന്താണ് സ്വന്തം ജീവനും അവരുടെ സമ്പത്തൊക്കെ എന്താണ് പവിത്രമാണ്. അതുപോലെ എന്താണ് ആരും പരസ്പരം യുദ്ധം ചെയ്യരുത്, രക്തം ചിന്തരുത്. ഇങ്ങനെ ഒരു നിലക്ക് എന്താണ് ഈ ഒരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വച്ച് നടത്തി. പിന്നെ സാമ്പത്തിക നീതി, അതായത് പലിശ അതോടുകൂടി എന്താണ് നിർത്തി. അതായത് ആ പലിശ എന്നുള്ളതിൻ്റെ നമ്മൾ സ്വഭാവത്തിലും വിശ്വാസത്തിലൊക്കെ പഠിച്ചാണ് എന്താണ് പലിശ എന്നുള്ളത്. അതെന്താണ് അതോടുകൂടി നിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുത്താബാൻ്റെ പേരിൽ ഇതുപോലെ പലിശകളൊക്കെ ഉണ്ടായിനി. അതൊക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്ക് എന്താണ് അതൊക്കെ ദുർബലപ്പെടുത്തി. ഇനി എന്താണ് അത് ആരും തിരിച്ചടക്കേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് കുറേ അവകാശങ്ങൾ കൊടുത്തു. സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. അവർ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ്. അന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട്, അതായത് വിവാഹം ചെയ്ത സ്ത്രീകളോട് എന്താണ് നല്ല നിലക്ക് പെരുമാറുകയാണ്. അപ്പം അവരോടെന്താണ് മാന്യമായ നിലക്ക് പെരുമാറാനും ഒക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ പറഞ്ഞു. പിന്നെ അടുത്തത് ഒരു വംശീയത, അല്ലേ? വംശീയത അറബികളുടെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു വൃത്തികെട്ടൊരു സ്വഭാവമായിരുന്നു എന്ത്
അറബികൾക്ക് അനറബികളെ കണ്ടുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അത് അതോടുകൂടി അവിടെ നിർത്തി. ഇനി എന്താണ് അറബികളും അനറബികളൊക്കെ എന്താണ് എല്ലാവരും മനുഷ്യന്മാരാണ്. അത് അറബികളാണെങ്കിലും അനറബികളാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അള്ളാൻ്റെ മുമ്പിൽ എന്താണ്